ആർജെ അഞ്ജലി എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ സജീവമായ അഞ്ജലിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് കാരണം അഞ്ജലിയും സുഹൃത്തായ നിരഞ്ജനയും കൂടി നടത്തിയ ഒരു പ്രാങ്ക് കോളാണ്. കല്യാണത്തിന് ബുക്ക് ചെയ്യാൻ എന്ന പേരിൽ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടുമോ എന്നായിരുന്നു നിരഞ്ജന ചോദിച്ചത്. സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പ്രാങ്ക് വീഡിയോ അഞ്ജലിക്ക് തന്നെ വിനയാകുകയായിരുന്നു. കയ്യിലും കാലിലും മെഹന്തി ഇടുന്നതിന് എത്രയാകും റേറ്റ് എന്ന് ചോദിച്ചതിന് ശേഷമാണ് സ്വകാര്യ ഭാഗത്ത് ടാറ്റു ഇടുമോ എന്ന് പച്ചയായി ചോദിച്ചത്. അത് കേൾക്കുന്ന മെഹന്തി ആർട്ടിസ്റ്റ് ഉടനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. പിന്നാലെ ഇരുവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഈ വീഡിയോ വലിയ വിവാദമായി മാറി. പറ്റിക്കലിന് ഇരയാകപ്പെടുന്ന ആളുടെ നമ്പർ അവരുടെ തന്നെ സുഹൃത്തുക്കൾ വഴിയാണ് സംഘടിപ്പിക്കുന്നത്. സ്വകാര്യ എഫ്.എം. റേഡിയോയിലായിരുന്നു ഇതിനു മുമ്പ് നിരവധി പേരെ പ്രാങ്ക് കോളിന്റെ പേരിൽ കബളിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഇക്കുറി ചെയ്തത് പ്രാങ്ക് വീഡിയോ സഫ്‌റിദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണെന്ന രൂക്ഷ വിമർശനങ്ങൾ തന്നെ ഉയർന്നത്. അന്തസ്സായി ജോലി ചെയ്യുന്നവരെയും അവമാനിക്കുന്നവരെയും അഞ്ജലിയുടെയും സുഹൃത്തിൻ്റെയും പ്രവൃത്തി എന്നാണ് നിരവധി പേർ വിമർശിച്ചത്. ഇപ്പോഴിതാ പ്രാങ്ക് കോൾ അതിരുവിട്ടു എന്ന തിരിച്ചറിയോടെ മാപ്പ് പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിൽ അഞ്ജലി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലാണ് മാപ്പ് കൊണ്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തത്. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ ആണെന്ന് എന്ന് പറഞ്ഞാണ് അഞ്ജലി വീഡിയോ തുടങ്ങുന്നത്. അഞ്ജലിയുടെ വാക്കുകൾ: "ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല. ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു." മീശമദൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് വിഷ്വൽസിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ആ പ്രാങ്ക് വീഡിയോ ചെയ്തിരുന്നത്. വീഡിയോ പബ്ലിക് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോട് പ്രതിഷേധം ആയിരിക്കും നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നാണ്. എന്നാൽ ഒരു വ്യക്തിയെ തൊഴിലിനെ അധിക്ഷേപിക്കാനോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാനോ ഞങ്ങൾ ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല. ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് മാത്രമാണ് പ്രാങ്ക് കോൾ വിളിക്കേണ്ടത് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. വിളിക്കുന്ന ആളോ പേരോ ഐഡന്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറില്ല. ഇങ്ങനെ യാതൊരു ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ എൻ്റെ ഭാഗത്ത് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായ പരിശ്രമം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്നാൽ അഞ്ജലിയുടെ ക്ഷമാപണ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് അഞ്ജലിയെ വിമർശിക്കുന്നത്. സ്വകാര്യ എഫ്.എം. റേഡിയോയിൽ നിന്ന് പുറത്താക്കിയോ എന്ന് പലരും ചോദിക്കുന്നു. നിരവധി പേർ അഞ്ജലിയെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുന്നുമുണ്ട്. ക്ഷമ ചോദിച്ചുകൊണ്ട് ജനങ്ങളോട് അല്ലെന്നും ആ മെഹന്തി ആർട്ടിസ്റ്റിനോടാണെന്നും ചിലർ ഉപദേശിക്കുന്നുണ്ട്. ആ സ്ത്രീയോട് പരസ്യമായി ക്ഷമ പറഞ്ഞ് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്നും പലരും നിർദ്ദേശിക്കുന്നു.